ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നേറുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനെതിരെ UDF നടത്തുന്ന ദുഷ്പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയണമെന്ന ഗ്രന്ഥശാല സംരക്ഷണ സമിതി. വയനാട്ടിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായപ്പോൾ സഹായിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനം ഒന്നാകെ മുന്നോട്ട് വന്നപ്പോൾ UDF ഭരിക്കുന്ന മിക്ക ഗ്രന്ഥശാലകളും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായതെന്നും ഗ്രന്ഥശാല സംരക്ഷണ സമിതി ചെയർമാൻ KM ബാബു പറഞ്ഞു. ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു മുന്നേറുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനെതിരെ UDF നടത്തുന്ന ദുഷ്പ്രചാര വേലകൾ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് ഗ്രന്ഥശാല സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് എക്സിക്യൂട്ടീവിലേക്കും ജില്ലാ കൗൺസിലിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 22-ാം തീയതി രാവിലെ 10 മുതൽ 2 വരെ തൊടുപുഴ ബോയ്സ് സ്കൂളിൽ വെച്ച് നടക്കുക. ഇത് 2ാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ലൈബ്രറികളിൽ നിന്നുള്ള പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. തൊടുപുഴ താലൂക്കിലെ 72 ലൈബ്രറികളിൽ നിന്നും 2 പേരെ വീതം ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി അവരാണ് വോട്ടർമാർ. അവരാണ് താലൂക്ക് എക്സിക്യൂട്ടീവിലേക്കുള്ള 9 പേരെയും ജില്ലാ കൗൺസിലിലേക്കുള്ള 7 പേരെയും തെരഞ്ഞെടുക്കേണ്ടത്. താലൂക്ക് എക്സിക്യൂട്ടീവിലെ 9 പേരിൽ നിന്നാണ് പിന്നീട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. ജില്ലാ കൗൺസിൽ ഇടുക്കി ജില്ലയിലെ 5 താലൂക്കിൽ നിന്നുള്ള 7 പേര് വീതം 35 പേര് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കും. അവർ ജൂലൈ മാസത്തിൽ നടക്കുന്ന എക്സിക്യൂട്ടീവിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സ്റ്റേറ്റ് കൗൺസിലിലേക്കുള്ള പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. അതിനുശേഷമാണ് സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർമാർ ചേർന്ന് സ്റ്റേറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അപ്പോൾ ജനാധിപത്യപരമായി കൃത്യമായി 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് വളരെയേറെ സുതാര്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം UDFിന്റെ പ്രതിനിധികളുടെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ഇപ്പൊ നിലവിലുള്ള ഗ്രന്ഥശാലകളുടെ ഭാരവാഹികളെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിനു മുമ്പ് സ്റ്റേറ്റ് കൗൺസിൽ എക്സിക്യൂട്ടീവ് 10 വർഷം തുറന്നയാളും മുമ്പ് ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലാ കൺവീനറും എല്ലാമായിരുന്ന ആള് എന്ന് പറഞ്ഞാൽ അതായത് 40 വർഷം ഗ്രന്ഥശാല രംഗത്ത് ഉണ്ടായിരുന്ന ആളുടെ നേതൃത്വത്തിലാണ് ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് എന്നതുകൊണ്ട് അത് ഗൗരവമായി ഞങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് അത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വയനാട്ടിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായപ്പോൾ സഹായിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനം ഒന്നാകെ മുന്നോട്ട് വന്നു. എന്നാൽ UDF ഭരിക്കുന്ന മിക്ക ഗ്രന്ഥശാലകളും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. ഗ്രേഡ് കൂടിയ ലൈബ്രറികളുടെ ലൈബ്രറിയന്മാരുടെ അതേ നിരക്കിലേക്ക് ഗ്രേഡ് കുറഞ്ഞ ലൈബ്രറിയന്മാരുടെ അലവൻസ് ഉയർത്തിയത് തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം എന്ന തത്വം അംഗീകരിച്ചുകൊണ്ടാണ്. ലൈബ്രറി കൗൺസിൽ പണം ചെലവഴിച്ചാണ് വായനാ മത്സരം സംഘടിപ്പിക്കുന്നതെന്നും സമിതി ചെയർമാൻ KM ബാബു, വൈസ് ചെയർമാൻ ജോർജ് അഗസ്റ്റിൻ, കൺവീനർ PK സുകുമാരൻ, MK അനിൽ എന്നിവർ പറഞ്ഞു.